മക്കളെ, നമ്മുടെ ബ്രൈറ്റ് അക്കാഡമിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ സാർ നിങ്ങളോട് പറഞ്ഞിരുന്നു എസ്കേപ്പ് വെലോസിറ്റി എന്താണ്, ഓർബിറ്റൽ വെലോസിറ്റി എന്താണെന്നൊക്കെ നമ്മൾ തകർത്ത് പിടിച്ചാണ് അല്ലേ. ഇന്ന് ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ്, റിലേഷൻ എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി നമുക്കറിയാം. എടാ, എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല പഠിച്ചിരുന്നു, VE=√2GR. പഠിച്ചതല്ലേ? അതെ. ഓർബിറ്റൽ വെലോസിറ്റിക്ക് സാർ പഠിപ്പിച്ചു തന്നു √GR അല്ലേ. അപ്പൊ പിന്നെ ഇവരുടെ റിലേഷൻ എടുക്കാൻ എന്ത് ചെയ്താൽ മതി? നേരെ ഈ രണ്ട് ഓമാരുടെയും കൂടെ റേഷ്യോ അങ്ങോട്ട് എടുത്താൽ മതി. എന്താ? ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. എങ്കിൽ ഇക്വേഷൻ നമ്പർ 1/2 എന്ത് ചെയ്യണം? എസ്കേപ്പ് വെലോസിറ്റി ഓർബിറ്റൽ വെലോസിറ്റി കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് VE/VO VE√2GR √GR. സാറേ, ഇതൊറ്റ റൂട്ടിൽ എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും എഴുതാം, ഒരു കുഴപ്പമില്ല. √2GR /GR. അപ്പൊ അതേ √ ഇതിനകത്ത് GR കട്ടായി. ബാക്കി നമുക്ക് കിട്ടി എസ്കേപ്പ് വെലോസിറ്റി ബൈ ഓർബിറ്റൽ വെലോസിറ്റി √2 എന്ന് കിട്ടി. മക്കളെ, ഒന്ന് ക്രോസ് ചെയ്തേടാ. എസ്കേപ്പ് വെലോസിറ്റി അല്ലേ നിങ്ങൾക്ക് വേണ്ടത്? എസ്കേപ്പ് വെലോസിറ്റി √2 ടൈംസ് ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഒന്ന് പറഞ്ഞേ, എസ്കേപ്പ് വെലോസിറ്റി √2 ടൈംസ് ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി ഓർ ഓർബിറ്റൽ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റി √2. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സാർ പറയാം. എസ്കേപ്പ് വെലോസിറ്റി √2GR, ഓർബിറ്റൽ വെലോസിറ്റി √GR. രണ്ടും രണ്ട് ഇക്വേഷൻ ആയിട്ട് എടുക്കുക. ഇക്വേഷൻ നമ്പർ 1/2 എടുക്കുക. എസ്കേപ്പ് വെലോസിറ്റി ബൈ ഓർബിറ്റൽ വെലോസിറ്റി √2GR √GR. നമുക്കവിടെ എന്ത് ചെയ്യാം? ഒറ്റ റൂട്ടിൽ എഴുതാം. √2GR GR കട്ടായി √2 എന്ന് കിട്ടി. എസ്കേപ്പ് വെലോസിറ്റി ബൈ ഓർബിറ്റൽ വെലോസിറ്റി എന്താ? √2. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി ബൈ ഓർബിറ്റൽ വെലോസിറ്റിയുടെ റേഷ്യോ ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ബൈ ഓർബിറ്റൽ വെലോസിറ്റി എത്ര കിട്ടി? √2:1 √2:1 അല്ലെ √2/1 അല്ലെ √2 എന്ന് പറയാം. അതിനകത്ത് ക്രോസ് ചെയ്താൽ എസ്കേപ്പ് വെലോസിറ്റി ബൈ ഓർബിറ്റൽ വെലോസിറ്റി √2 അല്ലേ. ഒന്ന് ക്രോസ് ചെയ്തേ. എസ്കേപ്പ് വെലോസിറ്റി √2 ഇൻറ്റു ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ നമുക്ക് പറയാവുന്ന എന്താ? ഓർബിറ്റൽ വെലോസിറ്റി VE /√2. അതായത് എസ്കേപ്പ് വെലോസിറ്റി ബൈ √2 അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി √2 ടൈംസ് ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് കിട്ടി. ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. ഇനി നമ്മളോട് ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യം നോക്കാം നമുക്ക്. ഓർബിറ്റൽ വെലോസിറ്റി √GR. ഇത് നേരത്തെ നമ്മൾ അല്ലാതെയും പഠിച്ചു, GM/R+H എന്നുള്ള രീതിയിൽ പഠിച്ചിരുന്നു അല്ലേ. √GM /R+H. GM-നല്ലായിരുന്നു നമ്മൾ എങ്ങനെ കൊടുത്തത്? ദാറ്റ് ഈസ് GR+H (2) R+H എന്ന് വന്നത് അല്ലേ. അവിടെ നിന്ന് ഓരോന്ന് കട്ടായപ്പോഴല്ലേ നമുക്ക് √G × R+H എന്ന് കിട്ടിയത്. അതിൽ H വളരെ ചെറുതായപ്പോഴല്ലേ നമുക്ക് √GR ആണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് കിട്ടിയത്. അതെ. അപ്പൊ സാർ, ഞങ്ങൾ ഇതിനകത്ത് എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് രണ്ട് ഫോർമുലാസിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് VO √GR ഉം രണ്ടാമത് VO √GM/R+H. രണ്ട് ഫോർമുലാസ് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഈ രണ്ട് ഫോർമുലാസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഒന്ന് എസ്കേപ്പ് വെലോസിറ്റി ഓർബിറ്റൽ വെലോസിറ്റി എന്തൊക്കെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ ആ സാറ്റലൈറ്റ്, അതായത് സാറ്റലൈറ്റ് എവിടെ നിന്നാണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത്, ആ സാറ്റലൈറ്റിന് സെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നുള്ള ഹൈറ്റ് ഒരു ഫാക്ടർ അല്ലേ. ബിക്കോസ് R+H എടുക്കുമ്പോൾ അതെ തീർച്ചയായിട്ടും R+H. അപ്പൊ ഹൈറ്റ് കൂടും തോറും ഓർബിറ്റൽ വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. വളരെ ഹൈറ്റിലേക്ക് കൊണ്ടുവിടാൻ കുറച്ച് ഓർബിറ്റൽ വെലോസിറ്റി മാത്രം നമുക്ക് മതി. അപ്പോൾ സാറ്റലൈറ്റിലേക്കുള്ള ഹൈറ്റ് എർത്തിന്റെ സർഫസിൽ നിന്ന് കൂടിയാലോ ആ പ്ലാനറ്റിന്റെ റേഡിയസ് കൂടിയാലോ ഡെഫിനറ്റ്ലി ഓർബിറ്റൽ വെലോസിറ്റി കുറയും. എന്തുകൊണ്ട്? R മീൻസ് പ്ലാനറ്റിന്റെ റേഡിയസ്, H മീൻസ് സർഫസിൽ നിന്നുള്ള ഹൈറ്റാ. ഇതൊരു പ്ലാനറ്റ് ആണ്, പ്ലാനറ്റിന്റെ റേഡിയസ് ക്യാപിറ്റൽ R, അതിന്റെ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് സ്മാൾ h. അപ്പൊ നോക്കേ, ഈ സാറ്റലൈറ്റിലേക്ക് ഈ റേഡിയസ് കൂടിയാലും H കൂടിയാലും ഇതെല്ലാം ഡിനോമിനേറ്റർ വാല്യൂ ആണ്. അങ്ങനെ വരുമ്പോൾ സ്മാൾ അവിടെ കൊടുത്തേക്കുന്ന വാല്യൂവിനകത്തേക്ക് നമ്മൾ എടുത്തേക്കാണെങ്കിൽ ദാറ്റ് മീൻസ് വി ഹാവ് ദ ഫോർമുല VO √GM/R+H. ഡിനോമിനേറ്ററിലല്ലേ ഈ വാല്യൂ കുറയും തോറും ഈ വാല്യൂ കൂടുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ ഈ വാല്യൂ R+H വാല്യൂ കൂടിയാൽ VO വാല്യൂ എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈറ്റ് കൂടിയാൽ ഡെഫിനറ്റ്ലി
പ്ലാനറ്റിന്റെ റേഡിയസ് കൂടിയാലോ ആ പ്ലാനറ്റിന്റെ സർഫസിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള ഹൈറ്റ് കൂടിയാലോ സംശയം വേണ്ട, ഓർബിറ്റൽ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും എന്ന് നമുക്ക് പറയാം. ഇനി ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദ സാറ്റലൈറ്റ്, നിങ്ങൾ അയക്കുന്ന സാറ്റലൈറ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത ഫാക്ടറായിട്ട് നമുക്ക് പറയാം ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് സാറ്റലൈറ്റ്. നിങ്ങൾ അയക്കുന്ന സാറ്റലൈറ്റിന്റെ മാസിനെ അതെന്ത് ചെയ്യുന്നില്ല മക്കളെ? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം. അയക്കുന്ന സാറ്റലൈറ്റിന്റെ മാസ് കൂടി ഓർബിറ്റൽ വെലോസിറ്റി കൂടുമോ? ഇല്ല. അയക്കുന്ന സാറ്റലൈറ്റിന്റെ മാസ് കുറഞ്ഞു, ഓർബിറ്റൽ വെലോസിറ്റി കൂടുമോ? ഒന്നുമില്ല. അപ്പൊ നമ്മൾ ചന്ദ്രയാനെ അയച്ചു, ചന്ദ്രയാന്റെ കൂടെ കുറെ സാധനങ്ങൾ കൂടി നമ്മൾ അതിന്റെ കൂടെ വെയിറ്റ് വെച്ച് അയച്ചു കഴിഞ്ഞാൽ അതിന് പുറത്തെത്തിക്കാനുള്ള വെലോസിറ്റിക്ക് വല്ല വ്യത്യാസം ഉണ്ടോ? ഒന്നുമില്ല. അതിന് ഒരിക്കലും അയക്കുന്ന സാറ്റലൈറ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് നമ്മുടെ എർത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എർത്തിന്റെ സർഫസിൽ നിന്നുള്ള ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആര്? ഓർബിറ്റൽ വെലോസിറ്റി എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അടുത്ത സാർ പറയാൻ പോകുന്നത്, അപ്പൊ ഇതൊക്കെയാണല്ലോ. അടുത്ത് പറയാൻ പോകുന്നത് കെപ്ലേഴ്സ് ലാ. എന്താണടാ കെപ്ലേഴ്സ് ലാ? ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണിത്. കെപ്ലേഴ്സ് ലാ. കെപ്ലർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് 3 ലാകളാണ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞു തന്നേക്കുന്നത്. എന്തൊക്കെയാണ് കെപ്ലേഴ്സിന്റെ 3 ലാകൾ എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യത്തെ ലാ പറയാം. എന്താണ് ഇവിടുത്തെ ലായുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ, ദേ ഇങ്ങനെ ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ് ആര്? എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു റേഡിയസ് ആയിട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇത് വരുന്നത് റേഡിയസ് അല്ല, ഡയമീറ്റർ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഡയമീറ്ററിന് ഒരു പേരുണ്ട്. ദാറ്റ് മീൻസ് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഈ ഡയമീറ്റർ നമ്മൾ പറയുന്നത് മേജർ ഡയമീറ്റർ എന്ന് പറയാം. നമുക്ക് മേജർ ഡയമീറ്റർ ആണ്, മേജർ ഡയമീറ്റർ എന്ന് പറയാം. ഇങ്ങനെ കൊടുത്തേക്കുന്ന ഡയമീറ്ററിന് മൈനർ ആണ്, അഥവാ മേജർ ഡയമീറ്ററിനെ നമ്മൾ മേജർ ആക്സിസ് എന്ന് കൂടി പറയുന്നുണ്ട്. എന്താണ്? മേജർ ആക്സിസ്. അപ്പൊ ഇത് മേജർ ആക്സിസ് ആയിട്ട് കരുതാം. ഇതിന് എന്ത് പറയാം? നമുക്ക് മൈനർ ആക്സിസ് എന്ന് പറയാം. അപ്പൊ 2 ആക്സിസുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിലാണ് ഇപ്പൊ സണ്ണ് നിൽക്കുന്നത്. ഇവിടെയാണ് സണ്ണ് നിൽക്കുന്നത് എന്ന് കരുതുക. ഓക്കെ ആണല്ലോ. സൺ ഇവിടെ നിൽപ്പുണ്ട്. എർത്തിന് ഇവിടെ നിൽക്കാം. ഓക്കെയാണ്. എർത്തിന് ഇവിടെ വന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ വരാം, എർത്തിന് കറങ്ങി ഇവിടെ വരാം, എർത്തിന് കറങ്ങി ഈ പോയിന്റിൽ വരാം, ഇവിടേക്ക് വരാം. ഡിഫറെന്റ് പൊസിഷൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ആ ഡിഫറെന്റ് പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം നമ്മൾ കണ്ടേക്കുന്നത് എന്താ? അവിടെ എല്ലാം റേഡിയസ് എന്ന് പറയുന്ന ഈ പോയിന്റുകളിലൊക്കെ എന്താ? ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണോ ഇവിടേക്ക് വരുന്നത്? അല്ല. ഈ ഡിസ്റ്റൻസ് ആണോ ഇവിടേക്ക് വരുന്നത്? അല്ല. ഈ ഡിസ്റ്റൻസ് ആണോ ഇവിടേക്ക് വരുന്നത്? അല്ല. ഈ ഡിസ്റ്റൻസ് ആണോ ഇവിടേക്ക് വരുന്നത്? അല്ല. അപ്പൊ ഇവിടെയൊക്കെ സണ്ണിൽ നിന്നുള്ള ഡിഫറെന്റ് ഡിസ്റ്റൻസുകളാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരം കേസിനകത്ത് ആവറേജ് വാല്യൂസിനെയാണ് എടുക്കുന്നത്. ഇനി ഒരു കാര്യം നോക്കേ, എന്താണ് കെപ്ലർ ഫസ്റ്റ് ലായിലൂടെ പറയുന്നതെന്നാണ് നമുക്കറിയേണ്ടത്. കെപ്ലർ ഫസ്റ്റ് ലായിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാല്, എർത്ത് അതായത് സണ്ണിനെ കേന്ദ്രമാക്കിക്കൊണ്ട്, സണ്ണിനെ സെന്റർ ആക്കിക്കൊണ്ട് എർത്ത് അതുപോലെ അതേപോലുള്ള മറ്റു പ്ലാനറ്റുകളെല്ലാം ഇതിന് ചുറ്റും കണ്ടിന്യൂസ്ലി റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ എർത്ത് ആസ് എ സെന്റർ, ഓൾ പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ് അറൗണ്ട് ഇറ്റ്. അപ്പൊ നമുക്ക് പറയാം ഇവിടെ ഒരു പക്ക ഫോക്കസ് ഉണ്ടോ? ഇല്ല. അപ്പൊ സൺ ആസ് ദ വൺ ഓഫ് ദ ഫോസി, all planets are revolving around it. First law പറയുന്നത് എന്താണ്? sun as the one of the foci. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഫോക്കസ് പ്ലൂറൽ ആയിട്ട് one of the foci and all other planets are revolving. All other planets are revolving around it. സണ്ണിനെ സെന്റർ ആക്കിക്കൊണ്ട്, സണ്ണിനെ ഫോക്കസ് ആക്കിക്കൊണ്ട്, ഒന്നിലധികം പ്ലാനറ്റുകൾ ഉള്ളതുകൊണ്ട് ഫോസി നമ്മൾ പറഞ്ഞു. സണ്ണിനെ ഫോക്കസ് ആക്കിക്കൊണ്ട് മറ്റ് പ്ലാനറ്റുകളെല്ലാം എന്ത് ചെയ്യുന്നു? സണ്ണിന് ചുറ്റും കറങ്ങുന്നു. ഇതാണ് ഫസ്റ്റ് ലാ എന്ന് പറയുന്നത്. ഫസ്റ്റ് കെപ്ലേഴ്സ് ലായിലൂടെ അദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പൊ കെപ്ലറുടെ ഫസ്റ്റ് ലായിലൂടെ എന്താണ് അദ്ദേഹം പറഞ്ഞു തന്നത്? സൺ ആസ് ദ വൺ ഓഫ് ദ ഫോസി ആൻഡ് ഓൾ അതർ പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ സൺ. ഇതിനെ നമ്മൾ ലോ ഓഫ് ഓർബിറ്റ് എന്ന് കൂടി വിളിക്കുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? ലോ ഓഫ് ഓർബിറ്റ്. എന്താണ് മക്കളെ ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ കെപ്ലറുടെ ഫസ്റ്റ് ലാ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ പറയാമല്ലോ. എന്താ? കെപ്ലേഴ്സ് ഫസ്റ്റ് ലാ അല്ലെങ്കിൽ ലോ ഓഫ് ഓർബിറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് സൺ ആസ് ദ വൺ ഓഫ് ദ ഫോസി, ഓൾ അതർ പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ സൺ അല്ലെങ്കിൽ റിവോൾവിംഗ് അറൗണ്ട് ഇറ്റ്. എന്താണ്? സൺ ആസ് ദ വൺ ഓഫ് ദ ഫോസി, ഓൾ അതർ പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ സൺ. ഒന്നാമത്തെ ലാ പറഞ്ഞു. നമുക്ക് രണ്ടാമത്തെ കെപ്ലറിന്റെ ലായിലേക്ക് പോകാം. ദെൻ കെപ്ലറുടെ സെക്കൻഡ് ലായെ നമ്മളൊരു പേര് പറയുന്നുണ്ട്, ലോ ഓഫ്
ഏരിയാസ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് കാൾഡ് ലോ ഓഫ് ഏരിയാസ്. എന്താണ് ലോ ഓഫ് ഏരിയാസ് അഥവാ സെക്കൻഡ് ലോ പറയുന്നത്? ലോ ഓഫ് ഏരിയാസ് അല്ലെങ്കിൽ സെക്കൻഡ് ലോ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ എടുത്ത പോലെ തന്നെ നമ്മൾ വീണ്ടും എടുക്കുകയാണ്. സദൻ ഇതൊരു എലിപ്റ്റിക്കൽ പാത്ത് ആണ്. ഇതിന് മേജർ ആക്സിസ് ഉണ്ട്, മൈനർ ആക്സിസ് ഉണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ സണ്ണിനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എർത്തിന് ഇവിടെ വരാം, എർത്തിന് ഇവിടെ വരാം, എർത്തിന് ഇവിടെ നിൽക്കാം, എർത്തിന് ഈ പോയിന്റിൽ വരാം, ഡിഫറെന്റ് പോയിന്റുകളിലൊക്കെ വരാം അല്ലേ. അങ്ങനെ വേണമെങ്കിൽ ഇവിടെ വരാം. ഓക്കെ, അപ്പൊ എർത്ത് ഇങ്ങനെ റിവോൾവ് ചെയ്യാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് 2 പൊസിഷനെ മാത്രം ഒന്ന് കൺസിഡർ ചെയ്യാണ്. ഇവിടെ നോക്കേ, നിയറസ്റ്റ് പോയിന്റ് ഇവിടെ ഞാൻ എർത്തിനെ കൺസിഡർ ചെയ്തു. ഇനി ഇവിടെ ലൈൻസ് ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ ആണല്ലോ, ഇവിടുന്ന് ഒരു ലൈൻ ജോയിൻ ചെയ്തു, ഇവിടുന്ന് ലൈൻ എടുത്തു, എന്നിട്ട് ഈ ഒരു ഏരിയാസ് ഇങ്ങനെ എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഈ എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബി എന്നിലേക്ക്, ഇത് സണ്ണാണ് മക്കളെ, ഇതേതാ എർത്തുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ ആണേ, ക്ലിയർ ആക്കിയോണം. അപ്പോൾ ഈ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്തു, അതിനൊരു ടൈം അതിന് വേണ്ടി വന്നു. ഓക്കെ, കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും എർത്ത് ഇവിടെ നിൽക്കുകയാണ്. എർത്തിന്റെ പൊസിഷൻ നമുക്കറിയാം. എർത്ത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ എർത്ത് ഇവിടെ നിൽപ്പുണ്ട്, ഇവിടെയാണ് എർത്ത് നിൽക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് സെയിം ടൈം പീരീഡ് എടുത്ത് എർത്ത് ഇവിടെ വരെ എത്തിയുള്ളൂ. ഓക്കെ ആണേ, അപ്പോൾ എർത്തിന്റെ 2 പൊസിഷൻ നമ്മൾ കണ്ടല്ലോ. ഈ 2 പൊസിഷനകത്താണ് എർത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആദ്യത്തെ കണ്ടീഷനിലേക്ക് ജോയിൻ ചെയ്തു, രണ്ടാമത്തേലേക്ക് എടുത്തു. അവിടെ നമ്മൾ എന്തെടുക്കുകയാണ്, അവിടുത്തെ കേസിനകത്തും ആ ഒരു സീപ്പ് ഔട്ട് ഏരിയ എടുക്കുകയാണ്. ഇവിടെയും ടൈം T. അവിടെ നോക്കുകയാണെങ്കിൽ ദിസ് പോയിന്റ് ഈസ് ടേക്കൺ ആസ് C, ദിസ് പോയിന്റ് ഈസ് ടേക്കൺ ആസ് D. അപ്പൊ എന്താണ് ഇവിടെ ഈക്വൽ ടൈം ഓഫ് ഇന്റർവെല്ലിൽ ഇത് കവർ ചെയ്ത ദൂരം, സീപ്പ് ഔട്ട് ഏരിയാസ് 2 നമുക്ക് ഡിഫറെന്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ നമുക്ക് പറയാം, നമ്മളിവിടെ ഡ്രോ ചെയ്തേക്കുന്ന ലൈൻ, ഈ ലൈനുകളെ നോക്കിയാൽ അതിന് നമുക്ക് വിളിക്കാം റേഡിയസ് വെക്റ്റർ ആണ്. എന്താണ് റേഡിയസ് വെക്റ്റർ? റേഡിയസ് വെക്റ്റർ എന്താണ് മക്കളെ? റേഡിയസ് വെക്റ്റർ ഡ്രോൺ ഫ്രം എവിടെ നിന്നാണ് നമ്മൾ വരച്ചത്? സണ്ണിൽ നിന്നും എവിടേക്കാ? പ്ലാനറ്റിലേക്ക്. ഡ്രോൺ ഫ്രം സൺ ടു പ്ലാനറ്റ്. സീപ്സ് ഔട്ട് എന്ത് ചെയ്തേക്കുന്നത്? സീപ്സ് ഔട്ട്. എന്താണ് സീപ്സ് ഔട്ട്? ഈക്വൽ ഏരിയാസ്. സീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അഥവാ or the aerial velocity of the planets are equal അല്ലെങ്കിൽ സെയിം എന്നോ കോൺസ്റ്റന്റ് എന്നോ നമുക്ക് പറയാം. അപ്പം ഇവിടെ the aerial velocity of the planet around the sun is constant. Then aerial velocity of the planets around the sun is constant. എന്താണെന്നൊന്ന് പറഞ്ഞേ നോക്കേ. ഇവിടെ പറഞ്ഞേക്കാണ് the radius vector drawn from sun to planet. സണ്ണിൽ നിന്നും നമ്മൾ പ്ലാനറ്റിലേക്ക് വരയ്ക്കുന്ന അത്രയും റേഡിയൽ ആയിട്ടുള്ള സ്ഥലത്തിന്റെ ഈ റേഡിയസ് പോലെ നിൽക്കുന്നതിന്റെ റേഡിയസിനെ, അപ്പൊ റേഡിയസ് വെക്റ്റർ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ ദ റേഡിയസ് വെക്റ്റർ ഡ്രോൺ ഫ്രം സൺ ടു എർത്ത് എന്ന് പറയുന്നത് സീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. then seeps out equal areas in equal intervals of time. അപ്പോൾ എങ്ങനെ പറയാം നമുക്ക്? the radius vector drawn from sun to planet എന്താണത്? seeps out equal areas in equal intervals of time. സാർ ഇത് വലിയ പാടാ സാർ, കാണാതെ പഠിക്കാൻ ഞങ്ങൾക്ക് ഇച്ചിരി ചെറുതാക്കി തരുമോ? ഉണ്ട്. ആ ചെറുതാക്കിയ സാധനമാണ് നമ്മൾ ഈ പറഞ്ഞ എന്താ? the aerial velocity of the planet around the sun remains constant. മതി, അത്രയും എഴുതിയാൽ മതി. എന്താണ്? the aerial velocity of the planet around the sun remains constant എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏരിയ, സീപ്സ് ഔട്ട് ഏരിയ ഫസ്റ്റ് കേസിൽ നമ്മൾ എടുക്കുകയാണ് dA1/dt1. രണ്ടാമത്തെ സ്ഥലത്ത് എടുക്കുകയാണ് dA2/dt2. ഇതെപ്പോഴും എന്താണ് മക്കളെ? ഈക്വൽ ആണ്. അപ്പൊ dA/dt അതുകൊണ്ട് എന്താണെന്ന് പറയാം? ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ dA1/dt1 is equal to dA2/dt2 is equal to a constant. അഥവാ
dA/dt ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. എന്താ സർ dA/dt? അതല്ലേ ഏരിയൽ വെലോസിറ്റി. എന്താ ഏരിയൽ വെലോസിറ്റി? ദ ഏരിയൽ വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ ഈസ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. എന്താ? ദ ഏരിയൽ വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ് ഈസ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ആരുടെ? ഏരിയൽ വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ്. എവിടെ? അറൌണ്ട് ദ സൺ. അപ്പൊ ദ ഏരിയൽ വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ ഈസ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. dA/dt ഈസ് എ കോൺസ്റ്റന്റ്. രണ്ടാമത്തെ ലാ പഠിച്ചു. ആദ്യത്തെ എന്താ? സണ്ണിനെ സെന്റർ ആക്കിക്കൊണ്ട് എല്ലാ പ്ലാനറ്റിനും ചുറ്റും കറങ്ങുന്നു. രണ്ടെന്താ? സണ്ണിൽ നിന്ന് പ്ലാനറ്റിലേക്ക് വരയ്ക്കുന്ന റേഡിയൽ വെക്ടറുകൾ എപ്പോൾ നോക്കിയാലും അവയുടെ ഏരിയൽ വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് ആണ്. കഴിഞ്ഞു. അപ്പൊ എങ്ങനെ പറയാം? ആദ്യത്തത് സൺ ആസ് ദ വൺ ഓഫ് ദ ഫസ്റ്റ് സീ ആൻഡ് ഓൾ ദ പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ സൺ. ഓക്കെ. രണ്ട്, ദ ഏരിയൽ വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ ഈസ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. മൂന്നാമത്തെ ലാ, തേർഡ് ലാ, ദാറ്റ് ഈസ് കാൾഡ് ലോ ഓഫ് പീരീഡ്. മൂന്നാമത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലോ ഓഫ് പീരീഡ് അഥവാ തേർഡ് ലാ. അപ്പൊ എന്താണ് തേർഡ് ലാ പറയുന്നത് നോക്കാം നമുക്ക്. ലോ ഓഫ് പീരീഡ് പറയുകയാണ്. നമ്മൾ ഇതേപോലെ തന്നെ എടുക്കുന്നു. വീണ്ടും എങ്ങനെ? ഒരു എലിപ്റ്റിക്കൽ പാത്ത്. ആ എലിപ്റ്റിക്കൽ പാത്തിനകത്ത് രണ്ട് മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ നമ്മൾ എടുത്തേക്കുന്നു. ഓക്കെ മക്കളെ. സൺ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെയാണ്. അപ്പൊ ഇതേപോലെ പ്ലാനറ്റ്, അതായത് നമ്മളെ എർത്തിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എർത്ത് ഇവിടുന്ന് കറങ്ങി. ഇത് എർത്താണെന്ന് അറിയാമല്ലോ. ഈ എർത്ത് ഇവിടുന്ന് കറങ്ങി, അതായത് ഈ ഇവിടെ നിന്ന് കറങ്ങി ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി തിരിച്ച് അതേ സ്ഥലത്ത് എത്താൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ ടൈം പീരീഡ് എന്നാണ് പറയുക. ടൈം പീരീഡ്. അപ്പോൾ കെപ്ലർ പറയുകയാണ് ഇങ്ങനെ കറങ്ങാൻ എടുക്കുന്ന ടൈം പീരീഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന ആക്സിസിനെ നമ്മൾ പറയുന്നത് സെമി മേജർ ആക്സിസ് എന്നാണ് പറയുക. ഇതിനെന്താ വിളിക്കുന്നത്? സെമി മേജർ ആക്സിസ് ആണ്. സെമി മേജർ ആക്സിസ് ഞാൻ ഇവിടെ എ എന്നാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന ടൈമായ ടൈം സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? എ സ്ക്വയർ ആയിരിക്കും. അപ്പൊ എങ്ങനെ പറയാം? The square of the time period of a planet is directly proportional to cube of the semi major axis. എന്താണ്? t square directly proportional to a cube. ഒന്ന് പറഞ്ഞേ മക്കളെ, എന്തായിരുന്നു തേർഡ് ലാ പറഞ്ഞത്? The time period, square of the time period of a planet. എന്താണ്? square of the time period of a planet. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. എങ്ങനെ പറയാം? The square of the time period of a planet. The square of the time period, the square of the time period of the planet is directly proportional to the cube of the semi major axis. മേജർ ആക്സിസ്. അതാണല്ലോ ടി സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്ന് പറഞ്ഞത്. ഒന്ന് പറഞ്ഞേ മക്കളെ, എന്തായിരുന്നു ലോ ഓഫ് പീരീഡ് പറയുന്നത്? ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് എ planet, the square of the time period of a satellite is directly proportional to. ഇവിടുത്തെ കേസിനകത്ത് പ്ലാനറ്റുകളാണ്, സാറ്റലൈറ്റുകൾ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? the square of the time period of a planet is directly proportional to cube of the semi major axis. അപ്പോൾ ഇവിടെ ഒന്നിലധികം പ്ലാനറ്റുകൾ ഇങ്ങനെ ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു എലിപ്റ്റിക്കൽ പാത്തിനെ എടുക്കുകയാണ്. അപ്പോൾ രണ്ട് പ്ലാനറ്റുകൾ ഇവിടെ വരികയാണെന്ന് കരുതുക. മറ്റൊരു പ്ലാനറ്റ് കൂടി ഉണ്ടെങ്കിൽ രണ്ട് ടൈം പീരീഡ് വരും, രണ്ട് റേഡിയസ് ആണ് വരുന്നത്. അങ്ങനെ വന്നാൽ നമുക്ക് ഇവിടെ പറയാം t1 സ്ക്വയർ ബൈ t2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, കോൺസ്റ്റന്റാലിറ്റി ക്യാൻസൽ ആയാൽ ഈസ് ഈക്വൽ ടു a1 സ്ക്വയർ ഡിവൈഡ് ബൈ എന്ത് പറയാം a2 സ്ക്വയർ എന്നൊക്കെ വെച്ച് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ ചോദിക്കും. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഈ മൂന്ന് ലാസ് പഠിച്ചു വെച്ചേക്കാവല്ലോ. ഏതൊക്കെയാണ് മൂന്ന് ലാസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ലാ നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ആദ്യത്തെ ലായ്ക്കകത്ത് പറഞ്ഞ കെപ്ലർ ഫസ്റ്റ് ലാ ഏതാ? ലാ ഓഫ് ഓർബിറ്റ് പറഞ്ഞായിരുന്നു. സൺ ആസ് ദ വൺ ഓഫ് ദ ഫോർ സീ ആൻഡ് ഓൾ ദ പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ സൺ. ഓക്കെ. രണ്ടാമത്തേനകത്ത് ലാ ഓഫ് ഏരിയാസിനകത്ത് അദ്ദേഹം പറഞ്ഞു എന്താ? അതായത് ഷോർട്ട് പഠിച്ചാൽ മതി. ദ ഏരിയൽ വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ ഈസ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. dA/dt ഈസ് എ കോൺസ്റ്റന്റ്. അടുത്തതിനകത്ത് അദ്ദേഹം പറഞ്ഞു ലോ ഓഫ് പീരീഡ്. എന്താണ് ലോ ഓഫ് പീരീഡ്? ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ട് ഞാൻ ഈ തന്ന കാര്യങ്ങൾ ഈ പ്രാവശ്യത്തെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് കിട്ടിയിരിക്കും. തകർക്കണം, നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയി എഴുതിയിരിക്കണം. ദെൻ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ കാര്യങ്ങളുമായിട്ട് ബ്രൈറ്റ് അക്കാഡമിയിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നല്ല റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം മക്കളെ. ബൈ.